സവർക്കർ രാജ്യത്തിന്റെ ശത്രുവല്ലെന്ന ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ പ്രസംഗത്തിന് മറുപടിയുമായി SFI രംഗത്ത് വന്നു. സവർക്കർ ആരായിരുന്നു എന്നറിയാൻ ചരിത്രം പഠിക്കണമെന്നാണ് SFI ദേശീയ അധ്യക്ഷൻ VP സാനു പറയുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ ബാനർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സമയത്ത് സ്ഥാപിച്ചതാണെന്നും VP സാനു 24 അല്പം മുമ്പ് പറഞ്ഞു. ആ പറച്ചിലേക്ക് നമുക്കൊന്ന് ആദ്യം പോകാം. സവർക്കർ ആരായിരുന്നു എന്ന് നമ്മൾ പഠിക്കുക വേണം, തർക്കമൊന്നുമില്ല. ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്. സവർക്കർ ആരായിരുന്നു എന്നും സവർക്കറെ കുറിച്ചും പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹം മഹാത്മാഗാന്ധിയെ കൊന്ന കേസിലെ പ്രതിയായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും സവർക്കറെ എല്ലാവരും പഠിക്കണം. പോസ്റ്റർ ഒരിക്കലും ഇദ്ദേഹത്തിനെതിരെ വെച്ചതല്ല, അർലേക്കർക്കെതിരെ വെച്ചതല്ല, അത് വെച്ചത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. തത്സമയം ചേരുന്നു. അച്യുതൻ, ഏത് സാഹചര്യത്തിലാണ് ആർലേക്കറുമായിട്ട് സംസ്ഥാന സർക്കാർ ലോക്യത്തിൽ പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ SFIയുടെ പ്രസ്താവന വന്നിരിക്കുന്നു? VD സവർക്കറിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ഒരു അഭിപ്രായ വ്യത്യാസം മുളപൊട്ടുകയാണെങ്കിൽ അത് ചിലപ്പോൾ സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് രാജ്ഭവൻ കാരണമാകും എന്നുള്ള സൂചനകൾ കൂടി വരുമ്പോൾ എന്താണ് SFI ദേശീയ പ്രസിഡന്റിൻ്റെ പ്രസ്താവനയുടെ ഉള്ളറകൾ? ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ SFI ബാനറിൽ, അതായത് സവർക്കർക്കെതിരെ ഇരുന്ന SFI ബാനറിൽ അർലേക്കർ അതൃപ്തി അറിയിച്ച് രംഗത്തെത്തുന്നത്. സവർക്കർ രാജ്യത്തിന്റെ ശത്രുവല്ല എന്നായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസ്താവന. ഇതിനെതിരെയാണ് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു രംഗത്തെത്തിയത്. അദ്ദേഹം VP സാനു വ്യക്തമാക്കിയത് സവർക്കറെ കുറിച്ച് തങ്ങൾ പഠിച്ചിട്ടുണ്ട്, കാരണം പഠിച്ചാൽ മാത്രമേ ഈ മഹാത്മാഗാന്ധി വധിച്ച കേസിലെ പ്രതിയായിരുന്നു സവർക്കർ എന്നത് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ നിലപാടെടുത്ത ആളുകളിൽ ഒരാളായിരുന്നു സവർക്കർ. ഹിന്ദുത്വാശം വഴി ഇന്ത്യയെ വർഗീയമായി വിഭജിക്കാൻ മുൻകൈയെടുത്തു. രാഷ്ട്രപിതാവിനെ തന്നെ കൊലപ്പെടുത്താൻ തക്കതായിട്ടുള്ള വിഷം അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള രൂക്ഷമായ ഭാഷയിലുള്ള മറുപടി ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് SFIയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രം മനസ്സിലാക്കുന്നവർക്ക് എന്താണ് യാഥാർത്ഥ്യം, എന്തായിരുന്നു സത്യം എന്നത് തിരിച്ചറിയാൻ കഴിയും എന്നുകൂടി അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പറയുന്നുണ്ട്. എന്തായാലും ഈ ബാനർ, നിലവിൽ ഈ ചർച്ചയായ ബാനർ, അത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് സ്ഥാപിച്ചതാണ്. അന്ന് അദ്ദേഹത്തിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഈ ബാനർ സ്ഥാപിച്ചത്. എന്നാൽ നിലവിലെ ഗവർണറുമായി തങ്ങൾക്ക് ഇതുവരെയും പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നുകൂടി പറയുന്നുണ്ട്. എന്തെങ്കിലും അത്തരത്തിലേക്ക് ഒരു പ്രശ്നങ്ങളിലേക്ക് കടന്നാൽ അത് ശക്തമായി തന്നെ SFI നേരിടും എന്നുകൂടി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു 24 പങ്കുവയ്ക്കുകയുണ്ടായി. SK